ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കിയാലോ. ചോറിനൊക്കെ പറ്റിയൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. കുറച്ച് നേരം നമ്മൾ കടുവറുത്തതിന് ശേഷം കുറച്ച് നേരമൊക്കെ അടച്ചൊക്കെ ഒന്ന് വെച്ച് തുറന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയാവട്ടെ ഈ കറി. നല്ല മണമായിട്ട് മാങ്ങയൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയപ്പോൾ മാങ്ങ ഇട്ടിട്ട് വെക്കുന്ന കറിയാണ്. അപ്പോൾ നല്ലൊരു മണമാണ്, ആ മാങ്ങയുടെ മണം ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. അപ്പം നമുക്കിന്ന് വെള്ളിരിക്ക വെച്ചിട്ടുള്ളൊരു നാടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഞാൻ വെള്ളിരിക്ക എപ്പോഴും പറയണ പോലെ ഒന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും കാരണവശാൽ ഒരിത്തിരി കയ്പ്പ് രസമുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കറി വെക്കണത് വെറുതെ ആവും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ഞാൻ ഇതിൽ മുളക് പൊടി ആഡ് ചെയ്യണില്ല. അപ്പോൾ ഒരു 4-5 എരിവിനനുസരിച്ച് എടുക്കട്ടെ. ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ടിടാം. അപ്പം ഞാൻ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ ഞാനിത് മാങ്ങ ഇട്ടിട്ടാണ് വെക്കണത്. അപ്പോൾ മാങ്ങ ഇപ്പോൾ ഇടണ്ട. വെള്ളിരിക്ക ഒന്ന് പകുതി വേവാകുമ്പോൾ മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുത്താൽ മാങ്ങ വെന്തിങ്ങനെ ഉടഞ്ഞു പോവും. അപ്പോൾ വെള്ളിരിക്ക വേവാണ്ട് ഇങ്ങനെ കെടുക്കും ചെയ്യും. അപ്പോൾ വെള്ളിരിക്ക ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യാണ്. ഇത്ര നേരം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ നാളികേരം ഒന്ന് ചെരുക്കിയെടുക്കട്ടെ കേട്ടോ. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് വേവട്ടെ. ഇപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചിട്ടുള്ളൂ കേട്ടോ, വെന്തിട്ടില്ല. ഏകദേശം ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി കറക്റ്റ് വേവിൽ കിട്ടും നമുക്ക്. പിന്നെ ഞാനിവിടെ നാളികേരം ചെരുക്കി വെച്ചിട്ടുണ്ട്. നാളികേരം ഒന്ന് അരച്ചെടുക്കട്ടെ. നാളികേരത്തിൽ ഞാനൊന്നും ഇടണില്ല, നാളികേരം മാത്രമാണ് അരച്ചെടുക്കണത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ വെള്ളിരിക്കയും മാങ്ങയും വെന്ത് വന്നോളും. പരിപ്പ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ പരിപ്പ് വെന്തുണ്ട്. അപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെള്ളിരിക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയും വെള്ളിരിക്കയും ഒക്കെ വെന്തുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഞാൻ അധികം എടുക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ പരിപ്പ് ആഡ് ചെയ്യണ കാരണം നാളികേരം കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നാളികേരം അരച്ചതാണ്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാളികേരം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പരിപ്പ് വയ്ക്കുന്ന കറിയിൽ കുറച്ച് നാളികേരം ആഡ് ചെയ്താൽ നമ്മൾ പരിപ്പ് ഇടുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പം പിന്നെ കുറേ നാളികേരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പരിപ്പില്ലാത്ത കറി വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ നാളികേരം കൂടുതൽ ആഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് ഇങ്ങനെ കട്ടി കിട്ടുള്ളൂ. അപ്പോൾ നാളികേരം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് വെറുതെ അരച്ചതാണ്, ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. നാളികേരം മാത്രം അരച്ചെടുത്തതാണ്. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യട്ടെ. ഇപ്പം നമ്മുടെ നാളികേരവും കുറച്ച് ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കട്ടെ കേട്ടോ. ഇത് ഇനി ഭയങ്കരമായിട്ട് കിടന്ന് തിളച്ച് ഇങ്ങനെ ഇതാവരുത്. ഒന്ന് നമ്മുടെ മോരൊഴിച്ച് തിളയ്ക്കണ പോലെയല്ല, ഒന്ന് ഒരു വിധം തിളയ്ക്കണം. പക്ഷേ എന്നാൽ ആ നാളികേരം ഇങ്ങനെ ഭയങ്കരമായിട്ട് വെന്ത് ഇതാവരുത്. അപ്പോൾ ഇതൊന്ന് തിളക്കിയിട്ട് പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. എൻ്റെ കറിയിൽ ഇത്തിരി ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പുളിയും ഒക്കെ ഞാനൊരു ചെറിയൊരു മാങ്ങയാണ് ഇട്ടത്. അധികം വെള്ളിരിക്ക അങ്ങനെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത തന്നെ ഒരു ചെറിയൊരു മാങ്ങ ഇട്ട് കൊടുത്താൽ ആ മാങ്ങ എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ്. വീട്ടിൽ നിന്ന് മാങ്ങ ഉണ്ടായി തുടങ്ങിയപ്പോൾ അമ്മ തന്നു വിട്ടാൽ. അപ്പോൾ അതായിട്ട്
പിന്നെ ഒന്ന് തിളക്കിട്ടെ കേട്ടോ. പിന്നെ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ കറി ഒന്നും കൂടി കട്ടിയാവും. ഈ സമയത്ത് ഇത്തിരി വെള്ളം പോലെ ഇരുന്നാലും ചൂടാറി വരുമ്പോൾ നല്ല കട്ടിയാവും നമ്മുടെ കറിക്ക്. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്, ഒന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ മതിയിട്ട് ഇത്ര തിളച്ചാൽ മതി. എന്നിട്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്താലും മൺചട്ടി ആയ കാരണം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് കടുക് വറുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഇനി കടുകും വറ്റൽമുളകും കറിവേപ്പില മാത്രം ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തുറന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഒഴിച്ചുകറിയായ വെള്ളരിക്ക ഇട്ടിട്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇളക്കണമൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ അവിടെ അങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കണമല്ലോ കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ അടച്ച് വെച്ച് ഒന്ന് തുറന്ന് ഇളക്കിക്കൊണ്ട് ഒരു 5-10 മിനിറ്റ് കേട്ടോ ഒന്ന് അങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പം നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ മാങ്ങയുടെയൊക്കെ മണമായിട്ട് നല്ല മണമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു കറിയല്ല, ഒഴിച്ച് കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.